വെൽക്കം ബാക്ക്. ഹെവി കൂളിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ചെയ്യാനുള്ളത് ഒരു അധോലോക ഭീകരനെ കൊണ്ട് നടക്കുന്ന തൃശ്ശൂർ ഗഡികളുടെ വണ്ടിയാണ്. അതായത് നമ്മുടെ ഹോഫ്മാൻ്റെ ഗസ്റ്റാവോ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യത്തെ 49 സീറ്റർ നമ്മുടെ ഹൈബ്രിഡ് AC കയറ്റുന്ന ഫസ്റ്റ് വണ്ടിയാണിത്. ഇത് നമ്മുടെ പ്രകാശിൻ്റെ ബോഡി ബിൽഡിംഗ് ആണ്. ലൈലാൻഡ് ചേസിൽ പ്രകാശിൻ്റെ ബോഡി ബിൽഡിംഗ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. LED ആയാലും അതുപോലെ തന്നെ അകത്തെ ഫർണിഷിംഗ് ആയാലും അതുപോലെ ബാക്കി വർക്കുകൾക്കായാലും വളരെ നല്ല രീതിയിൽ തന്നെ ക്യാബിൻ സെറ്റ് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഹോഫ്മാൻ്റെ ഗസ്റ്റാവോ വരുന്നത്. അത്യാവശ്യം SS-ൻ്റെ വർക്കുകളുണ്ട്. അതുപോലെ തന്നെ അടിയിൽ അപ്പോൾസറി വർക്കൊക്കെ നമുക്ക് ഡയമണ്ട് ഷേപ്പിലൊക്കെ കട്ടിങ് ആയിട്ട് പ്രിൻ്റൊക്കെ ചെയ്തിട്ടുള്ള നല്ല അടിപൊളി വണ്ടിയാണ്. കാണാൻ തന്നെ നല്ല ഷേപ്പും കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ യാത്രക്കാർക്ക് വളരെയധികം കംഫർട്ട് കൊടുക്കുന്നൊരു വണ്ടിയും കൂടിയാണ്. കാരണം എന്നാൽ തന്നെ വാട്ടർ ബോട്ടിലും കാര്യങ്ങളെല്ലാം ഫുൾ സെറ്റപ്പ് തന്നെയുണ്ട്. ഇപ്പോൾ അതേപോലെ തന്നെ ഡ്രൈവർ ക്യാബിൻ AC ആക്കാം എന്ന് പറഞ്ഞ ഓണർക്കും വളരെയധികം ഞങ്ങൾ നന്ദി പറയുന്നു. കാരണം ഓൾറെഡി പാസഞ്ചർ ക്യാബിൻ ഓൾറെഡി AC ആണ്. ഡ്രൈവർ വളരെ ചൂടത്തിരുന്ന് ഓടിക്കേണ്ട ഒരു അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ 49 ആളുടെ ജീവൻ കയ്യിൽ കൊണ്ട് നടക്കുന്ന ഒരു ഡ്രൈവർക്ക് അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരിക്കുന്ന ഓടിക്കാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത്യാവശ്യം വിശ്രമിച്ച് ഇരുന്ന് ഓടിക്കാവുന്ന രീതിയിൽ നമുക്ക് അത് ഒരു AC പ്രൊവൈഡ് ചെയ്യേണ്ടത് വളരെ നല്ല അത്യാവശ്യമാണ്. നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമല്ല, അല്ലെങ്കിൽ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞത് മാത്രം. പോരാത്തിന് ഇപ്പോഴത്തെ BS6 വണ്ടികൾക്കാണെങ്കിൽ വളരെയധികം ഹീറ്റ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ AC ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഡ്രൈവറുടെ ക്ഷീണം വളരെയധികം കുറഞ്ഞു കിട്ടും. പോരാത്തിന് ഇങ്ങനത്തെ വണ്ടികൾ ലോങ് ഓടുന്നതാണ്. കാര്യം 1-2 ഡ്രൈവർമാരുണ്ടാവും. എന്നിൽ തന്നെയും അവരുടെ ക്ഷീണത്തിന് ഒരു കുറവ് കിട്ടും AC ഉണ്ടെങ്കിൽ തന്നെ. നമുക്ക് ഡ്രൈവർ ക്യാബിൻ്റെ ടോപ്പിൽ ഓൾറെഡി ഒരു എയർ വെൻറ്റ് വരുന്നുണ്ട്. എയർ സർക്കുലേഷന് വേണ്ടിയിട്ടുള്ള ഒരു എയർ വെൻറ്റ് വരുന്നുണ്ട്. ആ എയർ വെൻറ്റിൻ്റെ ഷട്ടർ എടുത്ത് മാറ്റിയിട്ട് അവിടെ നമ്മുടെ യൂണിറ്റ് ഫിക്സ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ യൂണിറ്റ് കുറച്ചിറങ്ങാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് ഏരിയ നമുക്കൊന്ന് റെഡിയാക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ അത് എല്ലാം കഴിഞ്ഞ് നമ്മുടെ യൂണിറ്റ് ഇറക്കി വെച്ച് പേസ്റ്റിങ്ങും പരിപാടികളെല്ലാം ചെയ്ത് സെറ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു 2 C ക്ലാമ്പും കാര്യങ്ങളെല്ലാം വെച്ച് ഫുൾ ടൈറ്റ് ചെയ്ത് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ബാക്കി എല്ലാ വയറിങ്ങും ബാക്കി കാര്യങ്ങളും മാത്രം നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ വയറിങ്ങിന് വേണ്ടിയിട്ട് അതിന് ഓൾറെഡി ലെങ്ത്തുള്ള അതിൻ്റെ ഒരു കേബിളുകളുണ്ട്. അപ്പോൾ ആ കേബിളുകൾ നേരെ ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുക. നമ്മുടെ ഈ ബസ് സെഗ്മെൻറ്റിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വിളിച്ചിട്ട് ഓരോ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ടോപ്പിൽ കൂടെ അത് ലീക്കാവോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒരു കാരണവശാലും ലീക്കിങ് അങ്ങനെ വരില്ല. പിന്നെ അതേപോലെ തന്നെ AC ഇട്ടിരുന്നുകൊണ്ട് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാത്ത സമയത്ത് AC ഇട്ടിരുന്നുകൊണ്ട് നിങ്ങളുടെ ബാറ്ററിയുടെ വോൾട്ട് ഡ്രോപ്പായി പോയി വണ്ടി സ്റ്റാർട്ടാകാതെ വരുന്നൊരു പ്രശ്നം ഒരു കാരണവശാലും വരില്ല. ACയുടെ പ്രശ്നം കൊണ്ട് ഒരു കാരണവശാലും സ്റ്റാർട്ടാകാതെ വരില്ല. ബാറ്ററി വോൾട്ട് ഒരു സർട്ടൺ ഡ്രോപ്പായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി AC ഓഫ് ആവാനുള്ള ഒരു ഓപ്ഷൻ പ്രോഗ്രാം അതിനകത്തുണ്ട്. അതുപോലെ നമ്മുടെ വർക്ക് തീരുന്നവരെ നമ്മുടെ ഹോഫ്മാൻ്റെ ഫുൾ ടീം നമ്മളോട് വളരെയധികം സഹകരിച്ച് അതെല്ലാം നോക്കി നിന്നു. അപ്പോൾ ഓക്കെ, ബൈ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമുക്ക്.